This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ശുചിത്വ മിഷൻ, LSGD എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് ഗാവ് സുരക്ഷിത് ജലവായു ക്യാമ്പയിന് തുടക്കമായി. പുളിങ്ങോം PHC കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ പനിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂൺ 1 മുതൽ 5 വരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ലീന വില്യം, ജമീല കോളയത്ത്, KC ലക്ഷ്മണൻ, ഡോക്ടർ പൂജ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. NREG AE ഉദ്യോഗസ്ഥ അമ്പിളി പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തി. ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രാമസഭ, മരം നടീൽ, വൃക്ഷത്തൈ വിതരണം, MCF വൃത്തിയാക്കൽ, ചെറുപുഴ ടൗൺ സൗന്ദര്യവൽക്കരണം, ഹരിതകർമ്മസേന മെഡിക്കൽ ക്യാമ്പ്, തോട് ശുചീകരണം, ജലസംരക്ഷണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളാണ് ഗ്രാമപഞ്ചായത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വിവിധ പ്രോഗ്രാമുകളുടെയും ആഭിമുഖ്യത്തിൽ ഇന്ന് നടത്തപ്പെടുന്ന ഈ പരിസ്ഥിതി ദിന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാടും നഗരവും ഓരോ ദിവസവും മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം മലിനീകരണത്തിന്റെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടമെന്ന നിലയിൽ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഇവിടെയും ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന സ്വച്ഛ് ഗാവ് സുരക്ഷിത് ജലവായു എന്ന പ്രോഗ്രാമിന്റെയും ഭാഗമായി ഇന്നിവിടെ ഗ്രാമസഭ കൂടി ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ ഈ ചടങ്ങ്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതാണ്, അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ജൂൺ 5 തന്നെ വിവിധങ്ങളായ പരിപാടികൾ സ്കൂൾ തലത്തിലും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലും തൈ വിതരണം ഉൾപ്പെടെ അന്തരീക്ഷത്തിലുള്ള കാർബണിന്റെ അളവ് കുറയ്ക്കുക, പരിസര മലിനീകരണം കുറയ്ക്കുക, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, പ്ലാസ്റ്റിക്കിന്റെ ശേഖരണം ഫലപ്രദമാക്കുക, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക എന്നീ വിഷയങ്ങളിൽ ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ലൈസമ തോമസ് അവர்கள், അധ്യക്ഷവേദിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ലീന വില്യം, പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീമതി ജമീല കോളയത്ത്, വിധി രാജേഷ്, ലക്ഷ്മണാട്ടം, അതുപോലെ പ്രിയപ്പെട്ട സെക്രട്ടറി, പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് സെക്ഷൻ എഞ്ചിനീയർ, അതുപോലെ ഡോക്ടർ, KS ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൻ്റെ ജീവനക്കാർ, NRESന്റെ ജീവനക്കാർ, HI, അതുപോലെ ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഹരിതകർമ്മസേനയുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, അതുപോലെ ലോകം ഇന്ന് പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം. ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ 1-2 പരിപാടികളിൽ പങ്കെടുത്തിട്ട് വരികയാണ്. ഇന്ന് ലോകം മുഴുവൻ ജൂൺ 5 പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, 1972 സ്വീഡനിൽ വെച്ച് ലോകത്തിലെ ആദ്യത്തെ തന്നെ പരിസ്ഥിതി ദിനം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം നടന്നത്. 1973 ഉള്ളി മണ്ണെർത്ത് ഒരേയൊരു ഭൂമി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏകദേശം അരനൂറ്റാണ്ടുകളോളം ഇത്തരം ഓരോ വർഷവും ഓരോരോ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഓരോരോ തീം അവതരിപ്പിച്ചുകൊണ്ട് UN-ന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ ഇത്തരം പരിസ്ഥിതി ദിനം സംഘടിപ്പിക്കുകയാണ്. ഈ ഇന്നത്തെ ദിവസത്തിന്റെ തീം അറിയാം. ഈ 2026 50 വർഷം കഴിഞ്ഞ് ഇനി 2026 എത്തി നിൽക്കുമ്പോൾ ഒൺലി ഫോർ ക്ലൈമറ്റ് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഒരേയൊരു പരിസ്ഥിതി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് ലോകം മുഴുവൻ UN-ന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം സന്ദേശം ആചരിക്കുന്നത്. അതേപോലെ 2018 നമ്മൾ കണ്ടാണ് കേരളം മൊത്തം വിറങ്ങലിച്ചിരിക്കുന്ന വലിയ വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആഘാതം നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ കണ്ടാണ്. അപ്പോൾ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് ശാസ്ത്രജ്ഞരടക്കം ഈ മേഖലയിലെ വിദഗ്ധർ നമ്മളെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം ആഘാതങ്ങളൊക്കെ എങ്ങനെ കുറയ്ക്കാമെന്ന് വളരെ ഗൗരവപൂർവ്വം UN-ന്റെ നേതൃത്വത്തിൽ നമ്മുടെ കൊച്ചു രാജ്യത്തുടനീളം ഇത്തരം പഠനങ്ങൾക്കൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ ദിനം സർക്കാരും UN-ഉം എല്ലാം കൊണ്ടാടുന്നത്. വലിയ വിപുലങ്ങളായ പരിപാടികളാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. അതിന് ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരിമാർ ഉൾപ്പെടെ വളരെ നേരത്തെ ഈ മഴയത്ത് ഇവിടെ എത്തിച്ചേർക്കുന്നത്. എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രൗഢഗംഭീരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കടന്നു പോകുമ്പോഴും ഓരോ ജൂൺ 5 വരുമ്പോഴും നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ചും
മരങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ബോധവാന്മാരാകും. അത് കഴിയുമ്പോൾ നമ്മളത് പാടെ മറന്നു പോകും. എന്നാൽ ഇനിയും നമ്മൾ അങ്ങനെ ആകരുത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. കാരണം നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ അന്തരീക്ഷം അതുപോലെ നമ്മൾ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ ഒരു ദിവസത്തിൻ്റെ സന്ദേശം എന്നത് വൃത്തിയുള്ള ഗ്രാമം, അതുപോലെ തന്നെ സുരക്ഷിതമായ അന്തരീക്ഷം, അതാണ്. അപ്പം നമുക്ക് വൃത്തിയുള്ള ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ മാത്രമേ വരും തലമുറയ്ക്ക് ആരോഗ്യമുണ്ടാവുകയുള്ളൂ. ഇന്ന് നമ്മൾ വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും പുഴകളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും ഒക്കെ നമ്മൾ വലിച്ചു കൂടുമ്പോൾ പ്രകൃതിയുടെ തന്നെ ആവാസ വ്യവസ്ഥയാണ് നഷ്ടപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഫലമായാണ് നമ്മൾ കാണുന്നു വേനൽക്കാലത്ത് അതിഭയങ്കരമായ ചൂടും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ജലപ്രളയവും ഒക്കെ പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. അപ്പം അതിൽ നിന്നെല്ലാം നമുക്ക് വ്യതിയാനം ഉണ്ടാകണം, വ്യത്യാസം ഉണ്ടാകണം. ഇന്ന് നമുക്കറിയാം, ഹരിതകർമ്മ സേനക്കാർ നമ്മുടെ വീടുകളിൽ എത്തുന്നുണ്ട്, സ്ഥാപനങ്ങളിൽ എത്തുന്നുണ്ട്. എല്ലാവരും അവരുമായി സഹകരിക്കണം. ജൈവമാലിന്യങ്ങൾ നമ്മുടെ മണ്ണിൽ തന്നെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനക്കാർ വഴി നമുക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും അതിനെല്ലാം നമ്മൾ സന്നദ്ധരാകണം. എങ്കിൽ മാത്രമേ നല്ലൊരു ആരോഗ്യമുള്ള തലമുറയെ ഈ വരുന്ന ആളുകളിൽ നമുക്ക് വളർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രാധാന്യം എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. നമ്മൾ ഇങ്ങനെയൊക്കെ സംരക്ഷിക്കണം എന്നതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇവരെല്ലാം സംസാരിച്ചതുപോലെ തന്നെ ഇന്നത്തെ പല പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെയും കാരണം നമ്മൾ പരിസ്ഥിതി അമിതമായി ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചു കേട്ടു. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, അതുപോലെ ഉരുളുപൊട്ടൽ, അതുപോലെ ഉണ്ടാകുന്ന എല്ലാ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ അമിതമായി ഭൂമിയെ ചൂഷണം ചെയ്യുന്നതാണ്. അതായത് മലകൾ ഇടിച്ചു നിരത്തുക, അതുപോലെ മരങ്ങൾ മുറിച്ചു മാറ്റുക, തോടുകളും കുളങ്ങളും ഒക്കെ നികത്തുക, മാലിന്യം വലിച്ചെറിയുക, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയെ ചൂഷണം ചെയ്യുന്നത്. പ്രകൃതിക്ക് നിലനിൽക്കണമെങ്കിൽ മനുഷ്യന്റെ ആവശ്യമില്ല, എന്നാൽ മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ പ്രകൃതി ഇല്ലാതെ പറ്റത്തില്ല. ആ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം ലോകമെമ്പാടും ആചരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ പ്രകൃതിയുടെ വികൃതികൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുവരികയാണ്. ഓസോൺ പാളികളുടെ തകർച്ച നമ്മുടെ ആഗോള താപനില മാറ്റുന്ന രീതിയിലേക്കുള്ള സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് കടന്നുപോയിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ, അതിൻ്റെ പ്രസക്തി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഉള്ള വൃക്ഷങ്ങളും കാടുകളും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഇന്ന് നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വിതരണം ചെയ്യുന്ന തൈകൾ ഇവിടെ കൂടുതലും ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുപോയി നമ്മുടെ കുഞ്ഞു മക്കളെ സംരക്ഷിക്കുന്ന ഒരു പരിസ്ഥിതി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കുട്ടികളോട് പറഞ്ഞത് അതിമനോഹരമായ ഒരു പരിസ്ഥിതി കവിതയുണ്ട്. 30 വർഷം മുമ്പ്, കാൽനൂറ്റാണ്ട് മുമ്പ് പിന്നെ ബാലചന്ദ്രൻ ഇന്ത്യക്കാട് എന്ന കവിയിൽ പ്രസീത ചാലക്കുടി എന്ന നാടൻ പാട്ടുകാരി അതിമനോഹരമായി പാടിയ പാട്ട് കേൾക്കാൻ എല്ലാവരും ഇഷ്ടമാവും. അപ്പം മുഴുവൻ ആളുകളും ആ പാട്ട് കേൾക്കണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? എനിക്ക് പാടാനായതുകൊണ്ട് ഞാൻ കവിത പറയുകയാണ്. സൗന്ദര്യമുള്ള തക്കാളികളാണ് നമ്മുടെ ഈ കടലിലെ കാണുന്നത്. അതിന് അടങ്ങിയിരിക്കുന്ന മാരകമായ വിഷമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അടുത്ത പിന്നെ വരും വർഷങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിനെ ഏറ്റവും മികച്ച നിലയിലുള്ള സ്വയം പര്യാപ്തതയുടെ പച്ചക്കറി വളർത്താനുള്ള ശ്രമം ഉണ്ടാവണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പരിസ്ഥിതി ദിനത്തിൽ മുഴുവൻ ആളുകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകൾക്കും. എത്രത്തോളം നമ്മുടെ പരിസ്ഥിതിയെ എഫക്ട് ചെയ്യുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ പുകയായാലും പ്ലാസ്റ്റിക് ആയാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും എല്ലാം നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യും. അതെല്ലാം നമ്മൾ പിന്നെ ഒരു അസുഖമായി മാറുമ്പോഴാണ് നമ്മൾക്കത് മനസ്സിൽ തിരിച്ചറിയുന്നത്. ഇപ്പോഴേ അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനിൽ ഇനി അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് നടുന്ന ചെടികളും ഇന്ന് മുതലേ ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരണം എന്ന് ആശംസിക്കുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അനുബന്ധിച്ച് നടത്തിയ ഈ പരിപാടി സ്വാഗതം അർപ്പിച്ച സെക്രട്ടറിക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ശ്രീ വൈസ് പ്രസിഡന്റിനും നന്ദി പറയുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ആശംസ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ
NABH pre-entry level accredited and ISO certified hospital. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.